ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഒരു മോളുടെ, അതായത് നമ്മുടെ സരസ്വതി മോളുടെ ഒഫീഷ്യൽ ബർത്ത്ഡേ ആണ്. നാളെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ചു. ഇനിയിപ്പോൾ ഇത് ഹാളിൽ വെച്ച് നടത്തുന്ന കേക്ക് കട്ടിങ് ഉള്ള സെറമണി ആയിട്ട്. അപ്പോൾ തിരക്കുള്ള ദിവസമാണ്. എങ്കിലും രാവിലെ എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. NSS കരയോഗത്തിൻ്റെ വനിതാ വിങ്ങിൻ്റെ ഒരു സെയിൽ, ഓണം സെയിലിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ രാവിലെ അതിന് പോയിട്ട് വന്നിരിക്കുന്ന വഴിയാണ്. അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് കിച്ചണിൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഫങ്ഷൻ. അപ്പോൾ അത് ഡെക്കറൊക്കെ നമ്മൾ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റേജ്, കേക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. ഫുഡ് കംപ്ലീറ്റ് ഇവിടെ നിന്ന്. അപ്പോൾ അവിടെയും എല്ലാ അറേഞ്ച്മെൻറ്റ്സ് നോക്കണം, ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇനി എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് കിച്ചണിലേക്ക് പോകും. വെജിറ്റബിൾ സ്റ്റൂവിനുള്ള വെജിറ്റബിൾസ് വേവിക്കാനായിട്ട് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ എണ്ണ ഇട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എണ്ണയുടെ കളർ മാറുന്നത്. ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാലയാണ്. അതിനുള്ള ചിക്കനാണ് വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിക്കൻ ഫ്രൈ അല്ല, ഇത് ആക്ച്വലി ചിക്കൻ മസാലയുടെ ചിക്കൻ വറുത്തെടുക്കുന്നതാണ്. വറുത്തിട്ടാണ് ഗ്രേവിയിലേക്ക് ഇടുന്നത്. സ്നേക്ക് കോഡ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള പടവലങ്ങയൊക്കെ വറുത്തെടുക്കുന്നു. സിംപ്ലി ഫോർ ദ ചൈനീസ് ഐറ്റം, ക്യാപ്സിക്കം, അങ്ങനത്തെ കാര്യങ്ങൾ. തൊണ്ടമുളക് സ്റ്റൂവിനാണ് കേട്ടോ. തൊണ്ടമുളക്, പച്ചമുളക്, സവാള. ഇങ്ങനെ വറുത്തിടുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ ചിക്കൻ മസാല കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞൊന്നും പോകില്ല. നല്ല കറക്റ്റായിട്ട് മസാലയൊക്കെ തിരിച്ച് നല്ല ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ബീഫ് ഫ്രൈ ഇങ്ങനെ ബ്രൗൺ ആവണം, കുറേ കൂടെ പൊടിഞ്ഞു. അതിങ്ങനെ കുറേ കാലം ചെറിയ തീയിലിട്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇറക്കി നോക്കണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ അപ്പം, ഇടിയപ്പം, പൊറോട്ട, അതില്ലാത്ത പരിപാടി ആഘോഷിക്കുന്നത്. പിന്നെന്താ ലൈവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പമല്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാകും, വെജിറ്റബിൾ പുലാവ്, പിന്നെ ചിക്കൻ മസാല, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ. പിന്നെ വെജിറ്റേറിയൻസിന് കോമൺ ആയിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാവും. പിന്നെ സ്നേക്ക് കോഡ് ചില്ലി, പനീർ ബട്ടർ മസാല, ഇത്ര കാര്യങ്ങൾ. റൈത്ത, പപ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യം. പിന്നെ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് ഉണ്ട് സ്റ്റാർട്ടറായിട്ട്. ഡിസേർട്ട് കുറേ കാര്യങ്ങളുണ്ട്. കോക്കനട്ട് പുഡിംഗ് ഉണ്ട്, പിന്നെ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം, ഹോട്ട് ജിലേബീസ്, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സ്റ്റിക്ക് ഐസ്ക്രീംസ്, പല ഫ്രൂട്ട് ഫ്ലേവേഴ്സ്. പിന്നെ എന്തൊക്കെയാണ്, ഞാൻ തന്നെ വന്നു പോകും എല്ലാം കൂടി ആലോചിച്ചിട്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ചിക്കൻ ഫ്രൈ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സ്നേക്ക് കോഡ് ചില്ലിയുടെ കാര്യങ്ങൾ റെഡി. ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് ഇസ് ഗെറ്റിംഗ് റെഡി. കുറച്ച് പണിയും കൂടി ഉണ്ട്. അരി വാർക്കുന്നു. ഇത് പുലാവാണ്, വെജിറ്റബിൾ പുലാവിന് വേണ്ടിയിട്ട്. വലിയ വാർപ്പിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഡേസ്കാന്ന് തന്നെ പറഞ്ഞത്. മസാല, വറുത്ത കോഴിയെല്ലാം ഇട്ടിട്ടുള്ള ചിക്കൻ മസാല അത് തീർന്നു. ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ടിരിക്കുന്നു. പുലാവിൻ്റെ കാര്യങ്ങൾ പൈനാപ്പിൾ, പുതിന, രമ്പ, പിന്നെ മല്ലിയില. സ്നേക്ക് കോഡ് ചില്ലിയുടെ ലാസ്റ്റ് മിക്സിംഗ് ആണ്. ഇത് പടവലങ്ങ വെച്ചിട്ടുള്ള ചില്ലി. ചെറുതായിട്ട് മഴയും ഡ്രസ്സിൽ ചെയ്ത് തുടങ്ങുന്നു. മഴയുള്ള ദിവസമാണ്, രാവിലെ തൊട്ട് മഴ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ തിരക്കനുസരിച്ചൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. രാവിലത്തെ ഇനോഗ്രേഷൻ എല്ലാം കൂടി വന്നപ്പോൾ കുറച്ചൊരു ടൈറ്റായി. അപ്പോൾ എല്ലാവരും പല പല സ്റ്റേജസിലാണ്. അനുക്കുട്ടി ഡ്രസ്സ് ചെയ്യാനായിട്ട്, ഹെയറൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നു. മോൾ ഉറങ്ങുന്നു. മോളൊന്ന് നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രഷ് ആയിരിക്കുമല്ലോ. ബർത്ത്ഡേ ഗേളല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഫുഡിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഉള്ള ഫുഡൊക്കെ കയറ്റി വിടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത്, വാഹനം, ഡ്രൈവർ വന്ന് അതെല്ലാം ആക്കി കയറ്റി വിടുന്ന 2 ട്രിപ്പായിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉണ്ണി വാനിലാണ്. അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ചെയ്യാനായിട്ട് കയറും. അത് ഞാനും ഡ്രസ്സ് ചെയ്ത് മോളെയും ഡ്രസ്സ് ചെയ്യിച്ചിട്ട് അതിനിടയ്ക്ക് അനുക്കുട്ടി വരും. അനുക്കുട്ടിയും മോളെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി, അനുക്കുട്ടി കുറച്ചുകൂടെ നേരത്തെ പോകും. ഞാൻ എത്തുന്നതിന് മുമ്പേ ഹാളിലേക്ക് പോകും. പിന്നാലെ ഞാനും വിഷ്ണു, കുട്ടൻ വരും, കുട്ടനും എല്ലാം കൂടി, ബോച്ചേട്ടനും ഉണ്ടാവും, ക്ലബിലേക്ക് പോകും. അപ്പോൾ സുബ്രഹ്മണ്യ ഹാളിൻ്റെ ഡൈനിങ് ഏരിയയുടെ ആ ഒരു ഏരിയയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അതും കാണിച്ചു തരാം. എല്ലാം ക്ലിങ് ഫിലിം കൊണ്ടാണ് അടച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതൊരു ട്രിപ്പ് ആകുന്നേ ഉള്ളൂ. ഇനിയുണ്ട് കുറേ. പ്ലേറ്റ്സൊക്കെ ഓൾറെഡി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം അവിടെ ഓൾറെഡി സെറ്റ്. ഷെഫിങ് ഡിഷും എല്ലാം അവിടെ ഉണ്ട്. ഗ്ലാസും ടിഷ്യൂ ഉണ്ട്. പിന്നെ ഫ്യൂവലുണ്ട്, മറ്റേ ഷെഫിങ് ഡിഷിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള. അപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വരും. സെക്കൻഡ് ട്രിപ്പും കൂടി കയറ്റി വിട്ടിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ സാരി.
ദിസ് ഈസ് മൈ സാരി. ഇത് നെറ്റ് സാരിയാണ്, ഒരു ലൈറ്റ് പിങ്ക്. യെസ്, ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വിഷ്ണുവിൻ്റെ ഡ്രസ്സ് നോക്കട്ടെ. ഹലോ, മാച്ചിങ്. വിഷ്ണു ഒരാഴ്ചത്തേക്ക് വന്നിരിക്കുവാണ്. ഇന്നലെ ഏർലി മോർണിംഗ് എത്തി, ലീവ് എടുത്ത് വന്നു. ബ്യൂട്ടിഫുൾ കേക്കാണ്. അതേ നോക്കിയേ, ഫെയറി തീമിൻ്റെ ഫെയറി കേക്ക്, ബട്ടർഫ്ലൈസ്, മഷ്റൂം, ഫ്ലവേഴ്സ്, ടോട്ടലി ഫെയറി തീമാണ്. ബട്ടർഫ്ലൈസ് ആൻഡ് ഫെയറീസ് ആൻഡ് മഷ്റൂം. സോ ബ്യൂട്ടിഫുൾ. ചെറിയ കുട്ടികൾക്കെല്ലാം ഉള്ള റിട്ടേൺ ഗിഫ്റ്റാണ് ഇതിനകത്ത്. ഹാമ്പേഴ്സ്.
കേരള 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 ശരിയാക്കി കയറേ ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആണ്. സൂപ്പിൽ നിന്നാണ് പറയുന്നത്. സൂപ്പ് ചെറിയ ടേബിളിലാണ് വെച്ചിട്ടുള്ളത്. 3 ഓഫ് ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. വെജ് ആൻഡ് നോൺ വെജ് കോമൺ. പ്ലീസ്. ലൈവ് ചൂട് പൊറോട്ട ചൂട്, വെജിറ്റബിൾ സ്റ്റൂ, വെജിറ്റബിൾ പുലാവ്, ഫ്രൈഡ് ചിക്കൻ മസാല, ചിക്കൻ ഫ്രൈ. ബീഫിൻ്റെ കളർ നോക്കിയാൽ ബീഫ് ഫ്രൈ നല്ല ഡാർക്ക് ബ്രൗൺ ഈ രീതിയിലാണ് തേങ്ങാക്കൊത്തൊക്കെ കേട്ടോ. പനീർ ബട്ടർ മസാല, സ്നേക്ക് ചില്ലി, റൈത്ത, പിക്കിൾ, പപ്പട്സ്. ഇതാണ് ഈ ലൈനിൽ.
അപ്പോൾ വെറൈറ്റി കട്ടനാണ് ഈ ഒരു കൗണ്ടറിൽ. സുലൈമാനി സിന്നമൺ ടീ, കാശ്മീരി കാവ, അതുവരെ ചുക്ക് കാപ്പി, എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇവിടുത്തെ ബർത്ത്ഡേ പാർട്ടി ഏകദേശമൊക്കെ തീരാറായി. കുറേ പേര് വന്നവരെല്ലാം പോയി, ഇപ്പൊ കുറച്ച് പേര് ബാക്കിയുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നു. നല്ലൊരു തീമായിരുന്നു. വിഷ്ണു വിഷ്ണു പാവ മോള് കുറെ ഒരു പരുവായി. മോള് ടയർഡായിപ്പോയി. ഇല്ല കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇത് ഇപ്പൊ ഫേസ് പെയിന്റിങ് അല്ലേ? ഫേസ് പെയിന്റിങ്ങിൽ അതെ. നോക്ക്, എൻ്റെ കസിൻ്റെ മകളാണ് മാളുവിൻ്റെ ഹസ്ബൻഡ് സിയാദ്. ഇത് നോക്ക്, രണ്ടുപേരുടെ ഫേസിൻ്റെ ഓരോ സൈഡ്. ഇപ്പം അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഒരു ഫേസായി. അടിപൊളി. മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ, എന്താണ് ഇവിടെ അച്ഛനും അമ്മയും കാണിക്കുന്നത്? അടിപൊളി, കൊള്ളാമോ മോനെ? ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഫേസ് പെയിന്റിങ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പൊ വലിയവരും ചെയ്യുന്നുണ്ട്. പിന്നെ കാരിക്കേച്ചർ ഒരു സൈഡിൽ ഒരു മേശയുടെ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ഏതാണ്ട് പോയി, കുറച്ച് വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞാൻ കയ്യിൽ എല്ലാവരും ഫേസിലാണ് ചെയ്യുന്നത്, ഞാൻ പക്ഷേ ഫേസ് വിട്ടിട്ട് കയ്യിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ബട്ടർഫ്ലൈനെ വരയ്ക്കാൻ പോവാണ് കേട്ടോ, പെയിന്റ് ചെയ്യുന്നു. നോക്കിക്കോളൂ എന്താ ചെയ്യണത്. സോ ബ്യൂട്ടിഫുൾ നമ്മുടെ ബട്ടർഫ്ലൈ. പക്ഷേ ഇത് വാഷ് ചെയ്യുമ്പോൾ പോവും. ഇത് പെർമനന്റ് ആക്കായിരുന്നു അല്ലെങ്കിൽ. ഇത് നോക്കൂ, സോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഇത് ഉത്തമരാജ്
ഇദ്ദേഹമാണ് ഫേസ് പെയിന്റിങ്ങിന്റെ ആളാണ്. ഇപ്പൊ ഇവന്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഒക്കെ പുള്ളി ബേസിക്കലി ഒരു വാൾ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇവന്റ്സിനൊക്കെ ഇതുപോലെ ബുക്ക് ചെയ്താൽ വന്ന് ചെയ്തു തരും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബർത്ത്ഡേ പാർട്ടീസ് അല്ല, ഇത് കുട്ടികൾ മാത്രമല്ല നമ്മളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഫേസിലാണ് കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലെ എന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു നോക്കൂ. ഞാൻ ഇന്നത്തെ തീം അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഫെയറി ആൻഡ് ബട്ടർഫ്ലൈസ്. ഹായ് എനിക്ക് ഞാനൊരു ബട്ടർഫ്ലൈ. അയ്യോടാ സോ നൈസ്. താങ്ക് യു കേട്ടോ. ശരി ബൈ. ഇനി കാരിക്കേച്ചർ അടുത്ത പരിപാടി. എല്ലാവരുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് അജിൻ, ഇതാണ് കാരിക്കേച്ചർ ചെയ്യുന്നത്, ബ്യൂട്ടിഫുള്ളി ഡൺ. അപ്പോൾ അജിൻ എന്നാണ് പേര്. അപ്പോൾ ഇതുപോലെയുള്ള ഫങ്ഷൻസിനൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. കുട്ടികളൊക്കെ പങ്കെടുക്കുന്ന, ഇത് കുട്ടികൾ മാത്രമല്ല നമ്മളൊക്കെ പങ്കെടുത്തല്ലോ ഇതിൽ, വലിയവർക്കൊക്കെ ആകാം. താങ്ക് യു. അങ്ങനെ സരസ്വതി മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സന്തോഷത്തോടെ അവസാനിച്ചു. സരസ്വതി മോൾ ഇസ് വെരി ടയർഡ്, തളർന്ന് ഇനി ഉറങ്ങിയാൽ മതി. പാവം എൻ്റെ മൈക്കിൽ പിടിച്ചുകൊണ്ടിരിക്കും മോളെ. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. Keep on watching Nishmita Vlogs. Love you all. ഇവിടെ ഒരേ പരിപാടി. ഇഞ്ചിട്ട്